ഹായ്, എല്ലാവരും ഓഗസ്റ്റ് 18 നടക്കുന്ന നെസ്റ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും വിശ്വസിക്കുന്നു. സോ നമ്മുടെ സൈലം നെസ്റ്റ് ചാനലിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻസും അതിന് പ്രോപ്പറായിട്ട് ലൈവുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം 18 എക്സാമിന് വരാൻ വേണ്ടി. സോ 18-ാം തീയതി കൃത്യം 2 മണി മുതൽ 3:30 വരെയാണ് പരീക്ഷ. നിങ്ങൾ നീറ്റിനാണോ, അതായത് MBBS റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്കാണോ, അല്ലെങ്കിൽ IIT എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡിലേക്കാണോ, അത് 2 രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷകൾ നടത്തുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഓഫ്ലൈൻ എക്സാം എഴുതുമ്പം നമുക്കറിയാം, നമ്മൾ നെക്സ്റ്റ് എക്സാമിൽ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ആ 4 ഓപ്ഷൻസിൽ ഒരെണ്ണമായിരിക്കും ശരി ഉത്തരമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും MCQസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നൊരു വെല്ലുവിളി. സോ അങ്ങനെയുള്ള ആ വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു ഓഫ്ലൈൻ എക്സാം എങ്ങനെ എഴുതാമെന്ന് നിങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ റെസ്പോൺസ് ഷീറ്റ്, അതായത് നമ്മൾ എഴുതുന്നത് ശരിക്കും നമ്മുടെ OMR ഷീറ്റിലാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ശരിക്കും നിങ്ങളുടെ OMR ഷീറ്റിൻ്റെ രൂപം. അപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യാമെന്നും ഇതിൽ OMR നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ചോയ്സ് ആൻസർ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നും നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ സാധിക്കും, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ റോൾ നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസും അടക്കമുള്ള കുറച്ച് കോളംസ് കാണും. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം ഹാളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പൊട്ടലൊന്നും സംഭവിക്കാത്ത ഷീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ആദ്യമേ ഉറപ്പ് വരുത്തുക. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻവിജിലേറ്ററിനോട് ചോദിക്കുക. അവിടെ ടീച്ചർ ഉണ്ടാകും. ആ ടീച്ചറിനോട് പറയുക, ഇങ്ങനെ ഇതായിട്ട് ടോണായിട്ടിരിക്കുന്ന OMR ആണ്, വേറെ തരണം എന്ന് പറഞ്ഞാൽ അവർ തരും. സോ അങ്ങനെയുള്ള നല്ല വൃത്തിയായിട്ടുള്ളൊരു OMR നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, മദേഴ്സ് നെയിം, അങ്ങനെ കുറച്ച് കോളംസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ എക്സാം ഇൻവിജിലേറ്റർ നിങ്ങളോട് പറയും ഇതൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫില്ല് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെയിമിൻ്റെ അവിടെ നമുക്ക് പേര് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ പേര് കൊടുക്കാം. അതിന് ശേഷം ഫാദേഴ്സ് നെയിമിൻ്റെ അവിടെ അച്ഛൻ്റെ പേര് നമുക്ക് അവിടെ കൊടുക്കാം. സോ അതും നിങ്ങൾക്ക് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എന്ത് ചെയ്യുക, അതും ഫില്ല് ചെയ്യുക. അതിനുശേഷം താഴെ മദേഴ്സ് നെയിം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം എക്സാം നടക്കുന്ന ഡേറ്റ് ആണ്. സോ എക്സാം നടക്കുന്ന ഡേറ്റ് നമുക്ക് കൊടുക്കാം 18/8/2024 ആ കോളംസ്. പിന്നെ നിങ്ങളുടെ സൈൻ ഇടാനും അതേപോലെ നിങ്ങളുടെ ഇൻവിജിലേറ്റർ, അതായത് അവിടുത്തെ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ OMR ഷീറ്റിലൊരു സിഗ്നേച്ചർ ഇടും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നെക്സ്റ്റ് എക്സാമിൻ്റെ റോൾ നമ്പർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ റോൾ നമ്പർ 1 2 3 4 5 6 ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യണം, ഈ സ്ക്വയർ ബോക്സിൽ 1 2 3 4 5 6 എന്ന് ആദ്യമേ എഴുതണം. പക്ഷേ സ്ക്വയർ ബോക്സിൽ ഞാൻ അത് എഴുതിയതിന് ശേഷം അവിടെ കണ്ടോ, ഈ 1 ഞാൻ ഫസ്റ്റ് എഴുതിയ സ്ക്വയർ ബോക്സിന് താഴെ ആ OMRൽ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ആ ഒരു ബബിളിംഗ് പ്രോസസ്സ് ഉണ്ട് ശരിക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റോൾ നമ്പർ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 1 എന്ന് കൊടുക്കാം. സോ 1ൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇവിടെ ബബിൾ ചെയ്യണം. ബബിൾ ചെയ്യുമ്പോൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇങ്ക് പോയിന്റ് പെൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ബബിളിൻ്റെ പുറത്തേക്ക് പോകരുത്, ഇങ്ങനെ പുറത്തെറിച്ചൊന്നും പോകരുത്. ജസ്റ്റ് ആ തന്നിരിക്കുന്ന സർക്കിളിൽ തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ 2 വന്നു. സോ 2 വന്ന സമയം 2 എന്ത് ചെയ്യുക, നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. 2 നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയായി തന്നെ ബബിൾ ചെയ്യുക. ഇതൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ തരും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1 2 അടുത്ത 3 മാർക്ക് ചെയ്യുക, 4 മാർക്ക് ചെയ്യുക, 5 6 ഇങ്ങനെ നിങ്ങൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നിങ്ങൾക്ക് 2 മണിക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണിക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടും. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ 90 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യേണ്ടത്. 2 തൊട്ട് 3:30 വരെയാണ് പരീക്ഷ. അപ്പോൾ നിങ്ങൾക്കറിയാം, 4 മാർക്കാണ് ശരിയാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഒരു ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് -1 ആണ് കിട്ടുക. സോ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെയുള്ള MCQs ഇതിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുത്താനുള്ള കാര്യം എന്ന് വെച്ചാൽ, ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇരുന്ന് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉത്തരങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് എക്സാം തീരാറാകുമ്പോൾ എല്ലാം കൂടെ എന്ത് ചെയ്യാം, ബബിൾ ചെയ്യാമെന്ന് വിചാരിക്കും. അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കാരണം എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ 25ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, 26 നിങ്ങൾ വിട്ട ക്വസ്റ്റ്യനാണ്, 27 നിങ്ങൾക്ക് അറിയാവുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ധൃതി വെച്ച് ബബിൾ ചെയ്യുന്ന സമയത്ത് 25 ബബിൾ ചെയ്തു, അടുത്ത ബബിൾ ചെയ്യേണ്ട 27 പക്ഷെ നിങ്ങൾ നേരെ 26 ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കുള്ള എല്ലാ ആൻസറുകളും തെറ്റിപ്പോകും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 5 ചോദ്യം ഒരു 3 ചോദ്യങ്ങൾ കിട്ടി അതനുസരിച്ച് ബബിൾ ചെയ്ത് പോകാൻ ശ്രമിക്കുക. പിന്നെ ബബിളിങ്ങിൻ്റെ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, അതായത് നമ്മളൊരു ഷീറ്റ് ബബിൾ ചെയ്യുമ്പം, ഇപ്പോൾ ഞാനിവിടെ നോക്കുക, ഇവിടെ 1ാമത്തെ ഓപ്ഷനാണ് എനിക്ക് ഉത്തരമായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് ബബിൾ ചെയ്തു. ഇങ്ങനെ വേണം നമ്മൾ ബബിൾ ചെയ്യാൻ. അതായത് ആ ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ MCQ കറക്റ്റ് 1ാമത്തെ ഓപ്ഷൻ ബബിൾ ചെയ്തു. എന്നാൽ മാത്രമേ നമ്മുടെ മെഷീൻ അത് റീഡ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, എനിക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച് നോക്കിയപ്പം 1ാമത്തെ ഓപ്ഷനും 3ാമത്തെ ഓപ്ഷനും ശരിയായിട്ട് തോന്നി.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ ഓപ്ഷനും ബബിൾ ചെയ്തു, അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷനും ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആയിട്ടും റോങ് ആയിട്ടും റീഡ് ചെയ്യും. നിങ്ങളുടെ മാർക്ക് അവിടെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് നെഗറ്റീവ്, അല്ലെങ്കിൽ ഇത് തെറ്റായിട്ടായിരിക്കും റീഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ബബിളിംഗ് തന്നെയാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 10ാമത്തെ ക്വസ്റ്റ്യനിൽ 4ാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. ആ ശരി ഉത്തരം കണ്ടുകൊണ്ട് നിങ്ങൾ 4ാമത്തെ ഓപ്ഷനിൽ കയറി ടിക്ക് ഇട്ട് വെച്ചാൽ അതും എന്ത് ചെയ്യത്തില്ല, റീഡ് ചെയ്യത്തില്ല. സോ സിഗ്നേച്ചർ അല്ലെങ്കിൽ നമ്മളവിടെ പ്രോപ്പറായിട്ട് ആ OMR ഷീറ്റ് മൊത്തം ഇങ്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യുക. പിന്നെ ചിലപ്പോൾ 13ാമത്തെ ചോദ്യത്തിൽ 2, 3, 4 ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോൾ തെറ്റായ ഓപ്ഷൻസ് അവിടെ പോയി ഞാൻ ക്രോസ് ഇട്ടു എന്ന് വിചാരിക്കുക, അതും മിസ്റ്റേക്കാണ്. ആ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് റീഡബിൾ ആവാതെ വരും. എന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ പോയി ബബിളും കൂടെ ചെയ്തു വെച്ചാൽ ദാറ്റ് വിൽ ബി റോങ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കുക. അത് മാക്സിമം എന്ത് ചെയ്യുക, അവിടെ മാത്രം ബബിൾ ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ പറയാം ഇത് കറക്റ്റാണ്, ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് കറക്റ്റാണ്, 4 ഓപ്ഷൻസിൽ ഒരു ബബിളിംഗ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് തെറ്റാണ്, കാരണം അവിടെ 2 പ്രാവശ്യം ബബിൾ ചെയ്തു. അതായത് നമ്മൾ ടിക്ക് ഇട്ടു, അതും തെറ്റാണ്. ക്രോസ് ഇട്ടു, അതും തെറ്റാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് പ്യുവർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ള ബബിളിംഗ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അത് എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എക്സാം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ എന്തൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ OMR ഷീറ്റിൽ വേറെ കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. OMR ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിരിക്കണം. ജസ്റ്റ് ബബിളിങ്ങിനും ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് സോൾവ് ചെയ്ത് തരാനും ഇതൊക്കെ അറിയാം അവിടെ ടീച്ചർ ഉണ്ടാവും. ടീച്ചറിനോട് ചോദിക്കുക എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്നാലും നമ്മളൊരു എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു പരീക്ഷയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതെന്നും അതിൽ ഓപ്ഷൻസ് എങ്ങനെയാണ്, ബബിളിംഗ് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. സോ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയാക്കി കൊണ്ടുപോവുക. നല്ല സൂപ്പറായിട്ട് തന്നെ 18ാം തീയതി എക്സാം എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.